അതിനെപ്പറ്റി എനിക്ക് ഒന്നും പറയാനില്ല. കാരണം സീക്രട്ട് ഏജന്റിനെ പോലുള്ള ആൾക്കാരുടെ ക്രെഡിബിലിറ്റി നമ്മൾ അവരെ പ്രസ്താവനകളുടെ ഇനി വാല്യൂ കൊടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു കാറിൽ ഇരുന്നപ്പോൾ എനിക്ക് നാളൊരു കാർ കയറിയിട്ട് പുള്ളി പറയുന്നുണ്ട് ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത്, ആരാ അയച്ചതെന്നോ അതിൻ്റെ സോഴ്സോ ഒന്നും അറിയത്തില്ല. ഇപ്പം നാളെ എനിക്ക് സീക്രട്ട് ഏജൻറ്റ് ഇങ്ങനെ ആയിരുന്നു, എൻ്റെ അവിടെ ഇങ്ങനെ പറയാമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഒരു മെസ്സേജ് ആർക്കെങ്കിലും അയച്ചാൽ അതിലെത്ര ഭാഗം സത്യമാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. പുള്ളിക്കാരൻ പറഞ്ഞത് സത്യമായിരുന്നെങ്കിൽ പുള്ളിക്കാരൻ്റെ ലക്ഷ്മിയുടെ ഹസ്ബൻഡിനോ ലക്ഷ്മിയുടെ മദറിൻലോയ്ക്കോ, ലക്ഷ്മിയുടെ മദറിൻലോയുടെ തലക്കടിച്ചു എന്ന് പറഞ്ഞാണല്ലോ വന്നത്. ലക്ഷ്മിയുടെ മദറിൻലോയ് എത്ര സ്ഥലത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ പൊങ്ങി വരത്തില്ല. കാരണം ഒരു പോയിൻറ്റിനപ്പുറം ആ ന്യൂസ് മേലോട്ട് വരുത്താനുള്ള ആ ഒരു ട്രെൻഡിങ് വരുത്താനുള്ള കപ്പാസിറ്റി നമുക്കില്ല. നമ്മുടെ അക്കൗണ്ട് അത്രയും റീച്ച് ആക്കിയോ. ഇപ്പം സീക്രട്ട് ഏജന്റിനെ പോലെ ആളത് പറയുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഡിഫറെൻ്റ് ആണ്. കുറേ ആൾക്കാരത് കാണുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ കുറേ സോഷ്യൽ മീഡിയ ചാനൽസ് ഇവരുടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞു ലക്ഷ്മി അമ്മായിമ്മനെ തലക്കിട്ട് അടിച്ചു എന്നുള്ള. എത്ര ഫ്രണ്ട്സ് എനിക്ക് അയച്ചെന്നറിയണം, നിൻ്റെ ചേച്ചി ഇങ്ങനെ ചെയ്തു. ഞാൻ പറഞ്ഞു ഇല്ല, ചെയ്തിട്ടില്ല. ഞാൻ പക്ഷേ എൻ്റെ വീഡിയോ സേവ് വെച്ചു. കാരണം എനിക്ക് എന്തെങ്കിലും അറിയാം, ഇന്നല്ലെങ്കിൽ നാളെ ഇതിനെതിരെ ഞാൻ എവിടെ എന്തെങ്കിലും പറയാൻ എനിക്കറിയാമായിരുന്നു ഈ മൊമെൻറ്റ് എന്തായാലും ഉണ്ടാവുന്നത്. കാരണം എപ്പോഴും സത്യം ജയിക്കുമെന്നാണ് എൻ്റെ വീട്ടുകാരനെ പഠിപ്പിച്ചത്. പുള്ളി അരി വാങ്ങിക്കോ ചപ്പാത്തി കഴിക്കുക എന്താണെന്ന് വെച്ചാൽ അതൊന്നും നമ്മുടെ കാര്യമല്ല. പക്ഷേ അരി വാങ്ങിക്കാൻ നമ്മളെല്ലാവരും എനിക്ക് ജോലി ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടില്ല. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ജോലി ജീവിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഓരോ ജോലി ജീവിക്കുന്ന ആൾക്കാർ. നിങ്ങൾക്കൊക്കെ പക്ഷേ ഒരു പോയിന്റ് അറിയാം, എവിടം വരെ പോയാൽ നിങ്ങൾ അത്രയും ചീപ്പാവുന്ന ആൾക്കാരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നില്ല നമ്മൾ ആരും ഒരു ലെവൽ വിട്ട് ഒരാളുടെ ഇമോഷൻസിൽ കളിക്കത്തില്ല. എന്തും പറയാം എന്നുള്ള രീതിയിൽ ഈ ആൾക്കാർ കടന്നാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അവർ ഓൾറെഡി അതിലൂറായിട്ട് ക്ലോസ് ആയതുകൊണ്ടായിരിക്കും അവരുടെ കുട്ടിയെ പറഞ്ഞപ്പോൾ അവർക്ക് ചൊറിഞ്ഞ് അവരോട് പറയുന്നുണ്ട്, എൻ്റെ പിള്ളേരെ തൊട്ട് പറയുന്നതുകൊണ്ടാണ് ഞാൻ എതിർത്തതെന്നൊക്കെ പറഞ്ഞാൽ അതിന് തന്നെ ചേട്ടൻ പറയുന്നുണ്ട്, പുള്ളിക്കാരൻ്റെ ഭാര്യയും പറയുന്നു. ഒനിലിന്റെ അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഭർത്താവിനോട് പോലും മാപ്പ് പറയാത്ത ലക്ഷ്മിയെ കൊണ്ട് എൻ്റെ മോൻ മാപ്പ് പറയിപ്പിച്ചു. ഒനിലിൻ്റെ അമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഒരു യോജിപ്പുമില്ല. കാരണം പുള്ളിക്കാരി ആദ്യം നമ്മൾ എയർപോർട്ടിൽ വെച്ച് ചെന്നൈയിൽ എത്തിയ സമയത്ത് പുള്ളിക്കാരി പറഞ്ഞു എൻ്റെ ലക്ഷ്മിയുടെ അമ്മ പോയി കെട്ടിപ്പിടിച്ചു പുള്ളിക്കാരി ഒനിലിൻ്റെ അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അവരും തിരിച്ച് കെട്ടിപ്പിടിച്ച് പറഞ്ഞു ലക്ഷ്മി എൻ്റെ മകൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്കൊരു മനസ്സിലൊരു ട്രോമയായി മാറി, നമുക്ക് ലക്ഷ്മിയെ പുറത്ത് വെച്ച് കണ്ടോളാം എന്ന് പറഞ്ഞു. പെട്ടെന്ന് പുള്ളിക്കാരി ഷോക്കായി. കാരണം അറിയാം 101% ലക്ഷ്മി ചെയ്ത തെറ്റാണ്. എന്തിനായിരുന്നു ഒനിലിനെ പറ്റി മസ്താനി പറഞ്ഞ കേട്ട് ഒനിലിൻ്റെ അടുത്തൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ലക്ഷ്മി എത്ര തവണ സോറി പറഞ്ഞെന്ന് എല്ലാവരും കേട്ട് കാണും. ബിഗ് ബോസിൻ്റെ അടുത്ത് സോറി പറഞ്ഞു, ഒനിലിൻ്റെ അടുത്ത് സോറി പറഞ്ഞു, ലോകമെമ്പാടുമുള്ള പുരുഷന്മാരോട് സോറി പറഞ്ഞു. അഫ്കോഴ്സ് ഒനിൽ നമുക്ക് പൊറുക്കാൻ പറ്റുന്നെങ്കിൽ പൊറുക്കാൻ പറ്റണ്ട, നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ല. ലക്ഷ്മിക്ക് തിരിച്ചു വന്നിട്ട് എന്തെങ്കിലും ചെയ്യാമെങ്കിൽ ലക്ഷ്മി ചെയ്യാം. ഓൾറെഡി പറഞ്ഞല്ലോ പുറത്ത് വെച്ച് കാണണമെന്ന്. ലക്ഷ്മി പോയി കാണാൻ റെഡിയാണ്, ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത എയർപോർട്ടിൽ എത്തിയപ്പോഴും പുള്ളിക്കാരി ഇപ്പറ ഇരിക്കുന്നു, ലക്ഷ്മി അമ്മ ഇപ്പറ ഇരിക്കുന്നു. ക്യാഷ്വലായിട്ട് ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തിരിക്കുക. ലക്ഷ്മി അടുത്തൊന്നും പോകത്തില്ല, മുറ്റം പിയാറല്ലേ, പൈസ ഇറങ്ങുള്ള കളിയാണ്, ലക്ഷ്മി അവിടെ നിന്നോളും. ഞാനിപ്പോൾ വലിമിച്ച് പിച്ചി ഒന്നും പറയാൻ പോകണ്ട. കാരണം നമുക്കൊരു വാല്യൂ ഉണ്ട്, നമ്മളത് കളഞ്ഞു പിടിക്കാൻ അവരോട് ഒന്നും പറയാൻ പോകണ്ട. പക്ഷേ പിന്നെയും പുള്ളിക്കാരി എന്തോ പറഞ്ഞു, അതായത് പിആറിന് കൊടുക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ പുള്ളിക്കാരി ഇതിനെ പോകത്തില്ലായിരുന്നുള്ള രീതിയിൽ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി വന്നത്. അതിനുശേഷം വീട്ടിൽ എത്തിയപ്പോഴാണ് പുതിയ വീഡിയോ, ലക്ഷ്മി ഡിവോഴ്സായിട്ട് ഭർത്താവിൻ്റെ അടുത്ത് ഹാൻഡ് ഷേക്ക് കൊടുത്തില്ലെന്ന്. നിങ്ങൾ കണ്ടോ? അത് മാപ്പ് പറഞ്ഞില്ല, ഷേക്ക് ഹാൻഡ് കൊടുത്തില്ലെന്ന് അങ്ങനെ പറയുന്നുണ്ട്. അപ്പം ആരാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഡിവോഴ്സ് അല്ലെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ബോധമായി കാണും. സെക്കൻഡ് കാര്യം, നാട്ടിലെ ഏത് നാട്ടിലാണ് ഡിവോഴ്സ് കൊടുത്തിട്ട് കൈ കൊടുക്കാത്തവരെയൊക്കെ തൂക്കിക്കൊല്ലുമോ? എനിക്കറിഞ്ഞോളൂ അത്. അപ്പോൾ അവർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. അവർ നല്ല പ്രായമായ ലേഡിയാണ്, നല്ലൊരു അമ്മയാണ്, ഞാൻ അത് റെസ്പെക്ട് ചെയ്യുന്നു. ഈ LGBT കമ്മ്യൂണിറ്റിയുള്ള അഭിഷേകാണ് എന്താ പറയുക ലക്ഷ്മിനെ റെക്കമെൻഡ് ചെയ്ത ബിഗ് ബോസ് എന്ന് പറയുന്നത്. അങ്ങനെ അഭിഷേകത്തെ റെക്കമെൻഡ് ചെയ്താൽ ബിഗ് ബോസ് എടുക്കുമോ? എനിക്ക് അറിഞ്ഞോളൂ അതിനെപ്പറ്റി. അങ്ങനെയാണ് അത് അത്രേ ഉള്ളൂ. അപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞ നെക്സ്റ്റ് കണ്ടസ്റ്റൻറ്റ് കയറ്റാൻ പറഞ്ഞാൽ കയറ്റുമോ? ലക്ഷ്മിക്ക് വേണ്ടിയുള്ള ഇൻസ്റ്റാഗ്രാമിൽ ഗ്രൂപ്പൊക്കെ തുടങ്ങിയത് അഭിഷേകമായിരുന്നു. ലക്ഷ്മിയുടെ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ്, ലക്ഷ്മിക്ക് വാട്സപ്പിലൊരു ഗ്രൂപ്പുണ്ട്, അതിൽ ഞാനും ഉണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യാനത്ത് ലിങ്ക് ഇട്ടത് പുള്ളിക്കാരാണ്. പുള്ളിക്കാരൻ്റെ നായികയായിട്ടാണ് ലക്ഷ്മി സിനിമയിൽ അഭിനയിച്ചത്. അപ്പം ഇവരുടെ രണ്ടുപേരുടെയും, അഭിഷേകിൻ്റെ ആണെങ്കിലും ലക്ഷ്മിൻ്റെ ആണെങ്കിലും ആദ്യത്തെയാണ് ഇത്രയും ലീഡായിട്ട് ചെയ്യുന്ന റോൾ. അപ്പോൾ അവർ നായികനും ആകുമ്പോൾ ഓഫ്കോഴ്സ് അവർ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അതിനുശേഷം ഞാനും അഭിഷേകും ലക്ഷ്മിയും ഇതിൻ്റെ ക്രൂ മെമ്പേഴ്സും ഇവിടെ ഡിന്നർ കഴിക്കാനൊക്കെ പോയിട്ടുണ്ട്. അഭിഷേക് ചേട്ടൻ നല്ല ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നാളെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ബിഗ് ബോസിൽ പോയ ചേട്ടൻ വോട്ട് ഫോർ ആ ആളെന്ന് പറഞ്ഞിടാതിരിക്കുമോ?